യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ പ്രഫുൽ കൃഷ്ണ, ഇതിപ്പോൾ ഡിവൈഎഫ്ഐക്ക് എന്താണ് സംഭവിച്ചതെന്ന് ആശ്ചര്യപ്പെടുകയാണ്. കാരണം ഇത് ഇരട്ടത്താപ്പാണോ, അതോ നിലപാടുകളിൽ വ്യക്തതയില്ലായ്മയാണോ, അതോ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനാണോ? സംസ്ഥാനം ഭരിക്കുന്ന കക്ഷിയുടെ യുവജന സംഘടനയാണ്. എന്ത് നിലപാടെടുക്കണമെന്ന് അവർക്ക് ഒരു ഉറപ്പുമില്ലാത്ത സാഹചര്യം. ഇരട്ടത്താപ്പ് വ്യക്തമാവുകയാണ്. ഡിവൈഎഫ്ഐയെ സംബന്ധിച്ചിടത്തോളം പൗരത്വ ഭേദഗതി നിയമത്തെ നഖശിഖാന്തം എതിർത്തിട്ട് പരിപാടികൾ സംഘടിപ്പിച്ച് രാജ്യത്താകമാനം തന്നെ വർഗീയ കലാപത്തിന് പോലും സാധ്യതയുള്ള തരത്തിലുള്ള പ്രചാരവേലകൾക്ക് നേതൃത്വം കൊടുത്ത സംഘടനയാണ് ഡിവൈഎഫ്ഐ. ഈ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് അവിടെ അവശത അനുഭവിക്കുന്ന പീഡനത്തിനിരയാകുന്ന ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു നിയമം ഈ രാജ്യത്തെ ഒരു ഒറ്റ പൗരന് പോലും പലായനം ചെയ്യപ്പെടാത്ത സാഹചര്യമുണ്ട് എന്ന് വ്യക്തമായിട്ടുള്ള സാഹചര്യത്തിൽ ഇവിടുത്തെ മുസ്ലിം സമുദായങ്ങൾ മുഴുവൻ വലിയ അരക്ഷിതാവസ്ഥയിലാണ് എന്നുള്ള രീതിയിലുള്ള വലിയ പ്രചാരണമാണ് നടത്തിയത്. ഓരോ മുക്കിലും മൂലയിലും അത്തരത്തിലുള്ള വലിയ രാജ്യത്തിന്റെ അഖണ്ഡതയെ തന്നെ ബാധിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ രാജ്യത്തിന്റെ മതേതരത്വ സ്വഭാവത്തെ തന്നെ തകർക്കുന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടാക്കി. അപ്പോ ഇത്തരത്തിൽ പ്രചാരണങ്ങൾ നടത്തിയ ഒരു പാർട്ടി അപ്പോ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ട് പരിപാടി നടത്തുന്നു എന്ന് പറയുമ്പോൾ അതിൽ ആത്മാർത്ഥത ഇല്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിന് ഇതിൽ കൃത്യമായിട്ട് എന്ത് പറയാനുണ്ട്? കാരണം ഇപ്പോ ഡിവൈഎഫ്ഐയും CPM-ഉം ഒക്കെ എടുക്കുന്ന നിലപാടുകൾ അത് വളരെ സംശയാസ്പദമായിട്ടുള്ള നിലപാടുകളാണ്. ഇവർ ചില സമയത്ത് മതേതരത്വത്തിന്റെ മേലങ്കിയണിയും. ഇപ്പോ ജമായത്തെ ഇസ്ലാമിയെ കുറിച്ച്, അതുപോലെ തന്നെ SDPയെ കുറിച്ച് ഈ ഇലക്ഷൻ സമയത്ത് CPM എടുത്ത നിലപാടുകൾ നമുക്ക് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഒരു കാലത്ത് PDPയെ അല്ലെങ്കിൽ അബ്ദുൽ നാസർ മദനിയെ സ്റ്റേജിൽ വിളിച്ചിരുത്തി കെട്ടിപ്പിടിച്ച ആളാണ് കേരളത്തിലെ ഇന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ. അതുപോലെ തന്നെ ജമായത്തെ ഇസ്ലാമി ആയിക്കൊള്ളട്ടെ, അതുപോലെ തന്നെ SDP ആയിക്കൊള്ളട്ടെ, ഇത്തരം തീവ്രവാദ ശക്തികളോട് മുഴുവൻ സന്ധി ചെയ്തുകൊണ്ട് ഇപ്പോ പത്തനംതിട്ടയിലെ കോട്ടങ്ങലായിക്കൊള്ളട്ടെ, അതുപോലെ പന്തളം മുനിസിപ്പാലിറ്റി ആയിക്കൊള്ളട്ടെ, നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ അഴിയൂർ ആയിക്കൊള്ളട്ടെ, എന്തിനേറെ പറയുന്നു NDF-കാർ കൊല ചെയ്ത ബിനുവിന്റെ നാട് നാദാപുരം, ഈ നാദാപുരത്ത് ആയിക്കൊള്ളട്ടെ, എല്ലാ സ്ഥലത്തും SDPയുമായിട്ട് ബാന്ധവം ഉണ്ടാക്കിയ പാർട്ടിയാണ്. അപ്പൊ ഇത്തരം ആളുകൾ തീവ്രവാദത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്നു. അപ്പോ ഇത്തരം തീവ്രവാദത്തെ തള്ളിപ്പറഞ്ഞ് മുന്നോട്ട് വരുന്ന സമയത്ത് അതിലൊക്കെ എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് എന്നുള്ളത് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. പ്രത്യേകിച്ച് ഇത്തരം സംഘടനകളുമായിട്ട് സന്ധി ചെയ്തുകൊണ്ട് ഇപ്പോഴും പല മുനിസിപ്പാലിറ്റി ഭരണങ്ങൾ കൈയാളുന്നു.